കൊയ്താലും തീരാത്ത വയലുകളും പച്ചക്കുലയുടെ ഭാരത്താൽ ശിരസ്സു കുനിഞ്ഞ വാഴകളും ഒരിക്കൽ നമ്മുടെ ഗ്രാമങ്ങളിലെ സാധാരണ ദൃശ്യങ്ങളായിരുന്നു. ലാഭം മാത്രം കൊയ്യുന്ന വിള വിതയ്ക്കുന്നതിനുള്ള തേക്കം പാച്ചിലിൽ നെല്ലും വാഴയും പച്ചക്കറികളുമെല്ലാം റബ്ബറിന് വഴിമാറി. അരിയും പച്ചക്കറികളും തമിഴ്നാട്ടിൽ നിന്നെത്തിയാൽ മാത്രമേ കേരളത്തിലെ അടുപ്പ് പുകയൂ എന്നുള്ള അവസ്ഥയിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നു. രാജ്യാന്തര വിപണിയുമായുള്ള മത്സരത്തിൽ റബ്ബറിന് വിലയിടിഞ്ഞതോടെ കാർഷിക രംഗത്തെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുകയും കർഷകരെ ഒരു തിരിച്ചുപോക്കിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മണ്ണിനും പ്രകൃതിക്കുമിണങ്ങാത്ത താൽക്കാലിക ലാഭം മോഹിച്ചുള്ള പ്രവർത്തനങ്ങൾ മൂലം അപചയം സംഭവിച്ച കാർഷിക മേഖലയ്ക്ക് കേരളീയ പരിസരത്തിന് യോജിച്ച തരത്തിലുള്ള ഒരു കാർഷിക സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ കേരളത്തിലെ കർഷകർ ഇന്ന് അശ്രാന്ത പരിശ്രമത്തിലാണ്. കൃഷി ഒരു കൂട്ടായ്മയാണ് എന്ന സത്യം തെളിയിക്കുന്ന പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൃഷി വകുപ്പിന്റെയും കർഷകരുടെയും ആഭിമുഖ്യത്തിൽ നടന്നുവരുന്നത്. കീടനാശിനികൾ ഉപയോഗിക്കാത്ത ഫലപ്രദമായ നിയന്ത്രണം, കുറഞ്ഞ ഉൽപാദന ചെലവിൽ മികച്ച വിളവ്, വിഷലിപ്തമല്ലാത്ത കാർഷികോൽപ്പന്നങ്ങൾ, ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന നാടൻ പച്ചക്കറി വിൽപ്പന കേന്ദ്രങ്ങൾ, മാരക വിഷം ഒഴിവാക്കാൻ കഴിഞ്ഞതിൽ ധനലാഭത്തേക്കാൾ ഏറെ കർഷകർക്കും ഉപഭോക്താവിനും സംതൃപ്തി തുടങ്ങിയവ കേരളത്തിലെ പല ജില്ലകളുടെയും പ്രത്യേകതയാണ്. ഇത്തരത്തിൽ ജൈവ കൃഷിയിലൂടെ വരുമാനം കണ്ടെത്തിയ ഒരു വീട്ടമ്മയാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നി തടത്തിൽ വീട്ടിൽ വസന്ത സോമൻ. പത്തനംതിട്ട ജില്ല ഒരു മലയോര കാർഷിക മേഖലയാണ്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൃഷിയാണ് ചെയ്തു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണോ കൃഷിയിലേക്ക് തിരിഞ്ഞത്? അതെ, ഞാൻ ജനിച്ചു വളർന്നത് ഒരു കർഷക കുടുംബത്തിലാണ്. എൻ്റെ മാതാപിതാക്കൾ കർഷകരും പശുവിനെ വളർത്തുന്നവരുമായിരുന്നു. അത് കണ്ടാണ് ഞാൻ വളർന്നത്. ആ സാഹചര്യത്തിൽ കല്യാണമൊക്കെ കഴിച്ച് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു പശുവിനെ വാങ്ങിച്ച് വളർത്തി. അത് കഴിഞ്ഞ് അത് 2ആയി 3ആയി, അങ്ങനെ 6 പശുവിനെ വരെ ഞാൻ വളർത്തി കറവയെടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കുടുംബം സന്തോഷമായി കഴിഞ്ഞു പോകുന്നു. ഇപ്പോൾ എത്ര പശുക്കളാണുള്ളത്? എനിക്ക് 4 പശുക്കളുണ്ട്. പരമ്പരാഗത കാർഷിക കുടുംബത്തിലാണ് വസന്തയുടെ ജനനം. അച്ഛനിൽ നിന്ന് കൃഷിയുടെ അടിസ്ഥാന പാഠങ്ങൾ പഠിച്ചു വളർന്നതിനാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കാർഷിക മേഖലയിൽ വളരെ ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യണം എന്ന് വസന്തയ്ക്ക് മോഹമുണ്ടായി. കൃഷിയെ സ്നേഹിക്കുന്ന സോമനെ വിവാഹം കഴിച്ചതോടെ ഇതുതന്നെയാണ് തന്റെ വഴി എന്ന് വസന്ത ഉറപ്പിക്കുകയായിരുന്നു. ഒരു പശുവിൽ തുടങ്ങിയ ക്ഷീരമേഖലയിൽ നിന്നും പ്രതിമാസം 5000 രൂപ വരെ ലാഭം കിട്ടാറുണ്ടെന്ന് ഇവർ പറയുന്നു. ഏതൊക്കെ കന്നുകാലികളാണ് പരിപാലിച്ചു പോകുന്നത്? ഒരു 2 HFും 2 സിസ് ബ്രൗണുമാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പശു വളർത്തൽ എങ്ങനെയാണ് ആദായകരമാക്കുന്നത്? ഞാൻ 4 പശുക്കളെ വളർത്തുന്നുണ്ട്. അത് 2 പശു കറവ പശുക്കളാണ്. അതിന് പിന്നെ ഞാൻ രാവിലെ 15 ലിറ്ററും വൈകിട്ട് 10 ലിറ്ററും കറക്കുന്നുണ്ട്. അത് ഞാൻ വീടുകളിൽ കൊടുക്കുകയാണ്. പശുവിൻ്റെ തീറ്റയായിട്ട് ഞാൻ ധാരാളം പച്ചപ്പുല്ല് ലഭ്യമായതുകൊണ്ട് പച്ചപ്പുല്ലും പിന്നെ മാസമുള്ള കാലിത്തീറ്റ ഇതൊക്കെ കൊടുത്ത് ആണ് പശുവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി ഞാൻ അതിൽ നിന്നും തുച്ഛമായ ആദായം എനിക്ക് ലഭിക്കുന്നുണ്ട്. എത്ര രൂപയാണ് പാലിന് ഈടാക്കുന്നത്? ഞാൻ 750 മില്ലിയാണ് കൊടുക്കുന്നത്. അതിന് ഞാൻ 26 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. 2 HFും 2 സ്വിസ് ബ്രൗണും ഉൾപ്പെടെ 5 പശുക്കളാണ് ഇപ്പോൾ തൊഴുത്തിലുള്ളത്. ഇവയിൽ 2 കറവയുള്ളവയാണ്. ഓടുമേഞ്ഞ പരമ്പരാഗത രീതിയിലുള്ള തൊഴുത്താണ് ഇവിടുള്ളത്. കാറ്റും വെളിച്ചവും തൊഴുത്തിലേക്ക് സുഗമമായി എത്തുന്നു. രാവിലെ 5:30 മണിക്ക് വസന്തയുടെ തൊഴുത്ത് ഉണരുന്നു. തൊഴുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം കറവ ആരംഭിക്കുന്നു.
പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ പശുവിൻ്റെ അകിട് നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം കൈകൊണ്ടുള്ള കറവയും വസന്ത തന്നെ നിർവഹിക്കുന്നു. രാവിലെയും ഉച്ചയ്ക്കുമായി കിട്ടുന്ന 25 ലിറ്ററോളം പാൽ 750 മില്ലി ലിറ്റർ കുപ്പികളിലാക്കി ഒരു കുപ്പിക്ക് 26 രൂപ നിരക്കിൽ അയൽപക്കക്കാർക്കും അടുത്തുള്ള ചായക്കടകൾക്കും വസന്ത വിൽപ്പന നടത്തുന്നു. കറവയ്ക്ക് ശേഷമാണ് പശുവിനെ കുളിപ്പിക്കൽ. മഴയുള്ളപ്പോൾ തൊഴുത്തിലും ചൂട് സമയങ്ങളിൽ വീടിന്റെ സമീപത്തുള്ള പൈപ്പിൻ ചുവട്ടിലും എത്തിച്ച് പശുക്കളെ കുളിപ്പിക്കുകയാണ് പതിവ്. പശുവിനെ കുളിപ്പിക്കുന്നതിൽ വസന്തയെ ഒരു കൈ സഹായിക്കാൻ ഭർത്താവ് സോമനും കൂടാറുണ്ട്. ഇതിന് പ്രത്യേക തീറ്റക്രമങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീറ്റക്രമങ്ങൾ ഞാൻ സാധാരണ കൊടുക്കുന്ന പോലെ പശുവിന് കാലിത്തീറ്റ കൊടുക്കും, പച്ചപ്പുല്ല് കൊടുക്കും, കച്ചി കൊടുക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. പിന്നെ പിണ്ണാക്ക് ആയിട്ട് കൊടുക്കുന്നത് തവിട്, പുഷ്ടി, തേങ്ങാപ്പിണ്ണാക്ക്, പരുത്തിപ്പിണ്ണാക്ക് ഇതൊക്കെ കൊടുക്കും. കുളി കഴിഞ്ഞെത്തിയാൽ പിന്നെ പശുക്കൾക്ക് ഖരാഹാരത്തിന്റെ സമയമാണ്. ഗോതമ്പ് തവിട്, പെല്ലറ്റ്, തേങ്ങാപ്പിണ്ണാക്ക്, പരുത്തിപ്പിണ്ണാക്ക് എന്നിവയാണ് പ്രധാന തീറ്റ. കൂടാതെ പുളിയരി വേവിച്ച് അരിയും ചേർത്ത് ഒരു നേരം പശുക്കൾക്ക് കൊടുക്കാറുണ്ട്. തീറ്റയ്ക്ക് ശേഷം സമീപത്തുള്ള വിശാലമായ പുൽപ്പരപ്പ് നിറഞ്ഞ പറമ്പിലേക്ക് പശുക്കൾ യാത്രയാകുന്നു. തീറ്റ ചെലവ് കുറയ്ക്കുന്നതിനായി അസോളയും കൃഷി ചെയ്യുന്നു ഈ ദമ്പതികൾ. കോഴിക്കും താറാവിനും പശുവിനുമൊക്കെ തീറ്റയ്ക്കായി ശുദ്ധജലത്തിൽ വളരുന്ന പായൽ വർഗത്തിൽപ്പെട്ട ചെറു സസ്യമാണ് അസോള. ഏറ്റവും കുറഞ്ഞത് 10 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളം കെട്ടി നിർത്തി അതിൽ 1-2 പിടി അസോള വിതറിയാൽ 2 ആഴ്ചയ്ക്കകം ഉപരിതലം മുഴുവൻ അസോള കൊണ്ട് നിറയുകയും പ്രതിദിനം 500-600 ഗ്രാം വാരിയെടുക്കാവുന്നതുമാണ്. സമ്മിശ്ര കൃഷിരീതിയാണല്ലോ അവലംബിച്ചു പോരുന്നത്. പശു വളർത്തലിനോടൊപ്പം വേറെ എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്? കന്നുകാലി വളർത്തലിനോടൊപ്പം പച്ചക്കറി കൃഷി, ഏത്തവാഴ, പിന്നെ പയറ്, പാവൽ, വെണ്ട, വഴുതന, കോവൽ, ചീര, പിന്നെ ഇഞ്ചി, മഞ്ഞൾ ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കൃഷിരീതി ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾ ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. പശുവിൻ്റെ ചാണകം, പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഇത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. സ്വന്തമായും പാട്ടത്തിനെടുത്തതുമായുമുള്ള 3 ഏക്കർ സ്ഥലത്തായി കൃഷി ചെയ്യുന്ന വിവിധ തരം വാഴകൾ, ചേമ്പ്, ചേന, കാച്ചിൽ, മരച്ചീനി, പയർ, വഴുതന, കത്തിരിക്ക, വെണ്ട, ചീര, മുളക്, കോവയ്ക്ക തുടങ്ങിയവയെല്ലാം ഇവരുടെ കഠിനാധ്വാനത്തിന്റെ തെളിവായി മാറുന്നു. ഏത്തവാഴയാണ് ഇവരുടെ പ്രധാന കൃഷി. 1 ഏക്കർ സ്ഥലത്താണ് ഏത്തവാഴ കൃഷി ചെയ്യുന്നത്. ആത്മയുടെയോ കൃഷിഭവന്റെയോ നേതൃത്വത്തിൽ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ? കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ സഹായം കിട്ടിയിട്ടുണ്ട്. ആത്മയുടെ നേതൃത്വത്തിൽ നമുക്ക് സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല. കൃഷിഭവനിൽ നിന്ന് നമുക്ക് സബ്സിഡി കിട്ടുന്നുണ്ട്, ഗ്രോ ബാഗ് തരുന്നുണ്ട്. 25 ഗ്രോ ബാഗിന് 500 രൂപ കൊടുത്ത് ഞങ്ങൾ വാങ്ങി. അതിനകത്ത് വിത്തും വളവും തന്നിരുന്നു. അത് ഉപയോഗിച്ച് ഞങ്ങൾ ആദ്യം ഇഞ്ചി നട്ടു, പിന്നെ കണ്ണൻ ചേമ്പ് നട്ടു, പിന്നെ അതിന് പയർ നട്ടു. ഇങ്ങനെ ഞങ്ങൾ തുടർച്ചയായി അതിനകത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും എന്തൊക്കെ സഹായങ്ങളാണ് കിട്ടുന്നത്? ഞാൻ വടശ്ശേരി പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. അത് ജനകാസൂത്രണം വഴി പച്ചക്കറി വിത്ത്, വാഴ വിത്ത്, തെങ്ങ്, പിന്നെ ഇങ്ങനെയുള്ള എല്ലാ വളങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. എന്തു വന്നാലും നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യം നമുക്ക് കിട്ടുന്നുണ്ട്. പയറാണ് വസന്ത സോമന്റെ മറ്റൊരു പ്രധാന കൃഷി. കൃഷിഭവനിൽ നിന്നും ലഭിച്ച 25 ഗ്രോ ബാഗിലാണ് പയർ നട്ടിരിക്കുന്നത്. വള്ളി വീശുന്ന ഘട്ടത്തിൽ തൂണുകൾ നാട്ടി പന്തൽ കെട്ടുന്ന ശ്രമകരമായ ജോലിയും ഇവരാണ് ചെയ്യാറുള്ളത്. കടലപ്പിണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി എന്നിവയാണ് പ്രധാന വളങ്ങൾ.
4 മാസം പ്രായമാകുമ്പോഴാണ് പയർ വിളവെടുക്കുന്നത്. 5 ആഴ്ച വരെ പയറിൽ നിന്ന് തുടർച്ചയായി വിളവെടുക്കാം. വീട്ടാവശ്യങ്ങൾക്കെടുത്ത ശേഷവും പയറിൽ നിന്നും നല്ലൊരു തുക വരുമാനമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഇവർക്ക്. ഗ്രോ ബാഗുകളിൽ തുടർച്ചയായി ഒരേ വിള തന്നെ കൃഷി ചെയ്യാതെ ഇഞ്ചി, ചേമ്പ്, ചീര തുടങ്ങിയവ മാറി മാറിയാണ് ഈ കർഷക കൃഷി ചെയ്യുന്നത്. കാർഷിക മേഖലയിൽ എന്തൊക്കെ പ്രതിബന്ധങ്ങളാണുള്ളത്? ഇപ്പോൾ കാർഷിക മേഖലയിൽ പിന്നെ ഞങ്ങൾക്ക് പന്നി, ഈ ദേശം ആകെ കാട്ടുപന്നിയുടെ ശല്യമാണ്. കുരങ്ങ് ഒരു കൃഷിയും ചെയ്യാൻ പറ്റുകയില്ല. കപ്പ, കാച്ചിൽ, ചേന, ചേമ്പ് ഇത് മൊത്തം പന്നി കൊണ്ടുപോവുകയാണ്. അത് കാരണം ഞങ്ങൾക്ക് കൃഷിയുടെ കാര്യത്തിൽ വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് കൃഷിയുമായിട്ട് മുന്നോട്ട് പോയാൽ വലിയ ബുദ്ധിമുട്ടായി വന്നിരിക്കുകയാണ്. ഞങ്ങൾ കൃഷി ചെയ്യുന്നതിന് ടിൻ ഷീറ്റ് അടിക്കുക, വല വാങ്ങിച്ച് കിട്ടുക, ഇതൊക്കെ ചെയ്ത് പന്നിയെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും പന്നി ശല്യം ചെയ്യുന്നുണ്ട്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതിനാൽ കാട്ടുമൃഗങ്ങളുടെ ശല്യമുള്ളതിനാൽ ഇവിടുത്തെ കൃഷിഭൂമിയിൽ വിളനാശം സംഭവിക്കാറുണ്ട്. രാത്രിയിലെത്തുന്ന പന്നികളിൽ നിന്നും കുരങ്ങുകളിൽ നിന്നും വിളകളെ സംരക്ഷിക്കുന്നതിനായി കൃഷിയിടത്തിന് ചുറ്റും വലയും ടിൻ ഷീറ്റും കൊണ്ടുള്ള വലയം തീർത്തിരിക്കുന്നു. സാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോഴേ കാർഷിക രംഗത്താണ് പ്രവർത്തിക്കുന്നത്. കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അവിടെ 10 വർഷം സർവീസ് കഴിഞ്ഞാണ് ഞാൻ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ പോയി 6-7 വർഷം സൗദി അറേബ്യയിലായിരുന്നു. അവിടെ ജോലി നമുക്ക് അവിടെ വലിയ പ്രയോജനം ഇല്ലെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ തിരികെ നാട്ടിൽ വന്നു ഇവിടെ ഒരു ബിസിനസ് തുടങ്ങി. ബിസിനസ് 5-6 വർഷം ആ ബിസിനസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ഇപ്പോൾ വലിയ ബിസിനസ്സുകാരൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ രംഗത്തുനിന്ന് മാറി. ഇപ്പോൾ കാർഷിക രംഗത്താണ്. പഞ്ചായത്തിലെ ഒരു നല്ല കർഷകനാണ്, അറിയപ്പെടുന്ന കർഷകനാണ്. എനിക്ക് വാഴയും അതുപോലുള്ള പച്ചക്കറികളും മറ്റെല്ലാ കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാം ജൈവ രീതിയിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. കൃഷി കൊണ്ടെന്ന് ഇപ്പോഴത്തെ ഈ വില നിലവാരമൊക്കെ ആയിക്കഴിഞ്ഞപ്പം പ്രയോജനമുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് വളരെ നഷ്ടത്തിലായിരുന്നു കൃഷി. അന്ന് വാഴക്കുലയ്ക്കും അതുപോലെ കപ്പയ്ക്കും ഒക്കെ വില കുറഞ്ഞ സമയമുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ അത് മാറി. ഈ വർഷം നല്ല വിളവായിരുന്നു. അതിനൊക്കെ നമുക്ക് ആദായകരമായ കൃഷി തന്നെയായിരുന്നു. ഇപ്പോൾ ഇനി തുടർന്ന് ഈ അടുത്ത വർഷത്തേക്കുള്ള കൃഷിയെല്ലാം ഇപ്പം ചെയ്യാനുള്ള കാലാവരുക്കുകളും വാഴ നട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇനി തുടർന്ന് ഇപ്പം പ്രായമനുസരിച്ചുള്ള കൂടുതൽ കൃഷിയിലേക്ക് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം തൊഴിലാളികളെ കിട്ടാനും ബുദ്ധിമുട്ട്. ഇപ്പോൾ എല്ലാ വളങ്ങളും കൃത്യസമയത്ത് നമുക്ക് ലഭിക്കുന്നില്ല. വളത്തിന് തന്നെ ഇപ്പം വളരെ വില കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കൃഷിയിലേക്ക് നോക്കാതെ ഉള്ള കൃഷികൾ ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പം ചെയ്യുന്നത്. എന്തായാലും ആകുന്നത്ര കൃഷി ചെയ്യാമെന്ന് തന്നെയാണ് ആഗ്രഹം. കൃഷി ചെയ്താലും നമുക്കൊരു ആരോഗ്യത്തിനും നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾക്ക് 70% ജൈവ പച്ചക്കൃഷിയാണ്. യാതൊരു കീടനാശിനികളും ഉപയോഗിക്കാതാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ അതുപോലുള്ള വേപ്പൻ പിണ്ണാക്കൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നത് കൊണ്ട് കൃഷിക്കൊന്നും വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. നേരത്തെയൊക്കെയാണെന്ന് പറഞ്ഞാൽ എല്ലാ കീടങ്ങളും ഒന്നും ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. നമുക്ക് പ്രയോജനകരമായ രീതിയിൽ തന്നെയാണ് കൃഷികൾ മുന്നോട്ട് പോകുന്നത്. ഒരു പതിറ്റാണ്ടിലേറെ സർവീസിൽ ജോലി ചെയ്ത ശേഷം അറബ് നാട്ടിലേക്ക് പോയ സുമൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് നാട്ടിലെത്തിയത്. അറബ് നാടിന്റെ കൊടും ചൂടിൽ നിന്നാണ് എത്തിയതെങ്കിലും കാർഷിക പാരമ്പര്യത്തിന്റെ ഉൾച്ചൂട് ഈ കർഷകന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തമായുള്ള കൃഷിയിടവും പാട്ടഭൂമിയിലൂടെയുള്ള കാർഷിക ഇടവും പാരമ്പര്യവും പുതുമയും കലർന്നുള്ള കാർഷിക വൃത്തിയിലൂടെ എങ്ങനെ ഒരു കർഷകന് ഗുണപ്രദമാക്കാം എന്നുള്ള കണ്ടെത്തലായിരുന്നു ഈ മലയോര കർഷകന്റേത്. കുന്നിൻ ചെരുവിലുള്ള പാട്ടഭൂമിയിൽ തട്ടുകൾ തീർത്താണ് സോമൻ കൃഷി ചെയ്തു പോരുന്നത്. യഥേഷ്ടം കിട്ടുന്ന സൂര്യപ്രകാശം, തടം കെട്ടി നിൽക്കാതെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തുടങ്ങിയവ ഈ തട്ടുതട്ടായുള്ള കൃഷിക്ക് ഏറെ പ്രയോജനമാവുന്നു എന്നതും ശ്രദ്ധേയമാണ്. താങ്കൾ സ്വന്തം സ്ഥലത്താണോ പാട്ടത്തിനടുത്ത സ്ഥലത്താണോ കൃഷി ചെയ്തു പോരുന്നത്? എൻ്റെ സ്വന്തം സ്ഥലത്തും പാട്ടത്തിനടുത്ത സ്ഥലത്തും കൃഷി ചെയ്യുന്നുണ്ട്. വാഴക്കൃഷികളാണ് കൂടുതലും ചെയ്യുന്നത്. ഏതൊക്കെ തരം വാഴകളാണ് കൃഷി ചെയ്യുന്നത്? ഏത്തവാഴ, ഞാലിപ്പൂവൻ, പൂവൻ, പാളയന്തോടൻ, ഈ 4 ഇനങ്ങളാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾക്കെല്ലാം വിപണി എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
കാർഷിക വിപണി കണ്ടെത്തുന്നതിന് വടശ്ശേരിക്കര പഞ്ചായത്തിൽ ഒരു നാടൻ പച്ചക്കറി കട ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷത്തെ വാഴക്കൊലയൊക്കെ ഞാൻ പച്ചക്കറികളും അവിടെ തന്നെയാണ് കൊടുത്തത്. അതിന് മുമ്പ് ചിറ്റാറിലൊരു BFCKയുടെ ഒരു വിപണി തുടങ്ങിയിരുന്നു. അവിടെ ഞാൻ ഇവിടുന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടു കൊടുക്കുമായിരുന്നു. പിന്നെ കൂടുതൽ ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ പരിസരങ്ങളിലുള്ള കടകളിലൊക്കെ ആവശ്യക്കാർ നമ്മളോട് ആവശ്യപ്പെടുന്നതനുസരിച്ച് അവർക്കും കൊടുക്കുമായിരുന്നു. ജൈവ കാർഷിക രീതിക്ക് വളരെ പ്രാധാന്യം നൽകുന്ന സോമൻ എന്ന ഈ കർഷകൻ തൊഴുത്തിൽ നിന്ന് അപ്പോൾ തന്നെ ചാണകം ശേഖരിച്ച് ചാണകക്കുഴിയിൽ നിക്ഷേപിച്ച് കമ്പോസ്റ്റ് നിർമ്മാണത്തിനും വിളകൾക്കും ഉപയോഗപ്പെടുത്തുന്നു. കാർഷിക വികസന സമിതി അംഗം കൂടിയായ സോമൻ വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നാടൻ പച്ചക്കറി വിപണന കേന്ദ്രം വഴിയും ചിറ്റാർ VFPCK വിപണി വഴിയുമാണ് തന്റെ കാർഷിക വിളകളിലേറെയും വിറ്റഴിക്കുന്നത്. കൂടാതെ പരിസരത്തുള്ള കടകളിലൂടെയും വിൽപ്പന നടത്തുന്നു. പലയിനം പൂക്കളും വസന്ത സോമന്റെ കാർഷിക ഭവനത്തിന് ചുറ്റും ഇതൾ വിരിക്കുന്നു. കാർഷിക മേഖലയോടുള്ള താൽപ്പര്യവും അത് അനുസ്യൂതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മബലവുമാണ് വസന്ത സോമൻ എന്ന ഈ സമ്മിശ്ര കർഷകയുടെ ജീവിത വഴികൾ വസന്തമാക്കുന്നത്. यूरिया का स्वदेशी उत्पादन 17 लाख टन बढ़ाने के लिए 10 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. VJT ഹാളിൽ തേനുത്സവം, ക്ഷീരകർഷക പരിശീലനം. വിശദമായ വാർത്തകളിലേക്ക്. ഹോർട്ടിക്കൾച്ചർ മിഷൻ, കേരള ഫെഡറേഷൻ ഓഫ് ഇൻഡിജിനസ് എപ്പിക്കൾച്ചറിസ്റ്റ്, കേരള കാർഷിക സർവകലാശാല എന്നിവയുടെ സഹകരണത്തോടെ ഇന്നു മുതൽ ഈ മാസം 14-ാം തീയതി വരെ തിരുവനന്തപുരം VJT ഹാളിൽ തേനുത്സവം 2016 സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി തേനീച്ച കർഷക സംഗമം, പരിശീലന പരിപാടികൾ, മുഖാമുഖം, വിൽപ്പന തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നതാണ്. ഓച്ചിറ ക്ഷീരോൽപ്പന്ന പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 14-ാം തീയതി 20-ാം തീയതി വരെ ക്ഷീരകർഷക പരിശീലനം നൽകുന്നതാണ്. രജിസ്ട്രേഷൻ ഫീസ് 10 രൂപ. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് യാത്രാബത്ത, ദിനബത്ത എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047626985550.
കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരം കവടിയാറിൽ പ്രവർത്തിക്കുന്ന ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ദിവസേന വേതനത്തിൽ നിയമനം നടത്തുന്നു. 2 ഒഴിവുകളാണ് ഉള്ളത്. ഈ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ ഈ മാസം 16-ാം തീയതി രാവിലെ 10 മണിക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ്. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതാണ്. പ്രായപരിധി 50 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ +2 പാസ്സായിരിക്കണം. കൂടാതെ DTP മലയാളം, ഇംഗ്ലീഷ്, MS ഓഫീസ് എന്നിവയിൽ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04712318 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 14, 15, 16 തീയതികളിൽ മുട്ടക്കോഴി വളർത്തലിലും 20, 21, 22 തീയതികളിൽ ഇറച്ചിക്കോഴി വളർത്തലിലും 27, 28 തീയതികളിൽ ആട് വളർത്തലിലും പരിശീലനം നൽകുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 04829 234 323. തിരുവനന്തപുരം ജില്ലാ വിള ആരോഗ്യ പരിപാലന പദ്ധതിയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിക്ട് പ്ലാന്റ് ഹെൽത്ത് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർക്ക് BSc അല്ലെങ്കിൽ MSc അഗ്രികൾച്ചർ ബിരുദം ഉണ്ടായിരിക്കണം. പ്രതിമാസം വേതനം 25,000 രൂപ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ, അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി തിരുവനന്തപുരത്ത് കൊടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ മുൻപാകെ ഈ മാസം 13-ാം തീയതി രാവിലെ 10:30 ഇന്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047127333334. പത്തനംതിട്ട ജില്ലയിലെ നിരണത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും വിഗോവ താറാവിൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു. താൽപ്പര്യമുള്ളവർക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 046927119898. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പദ്ധതി പ്രകാരം കേരളത്തിലെ ചെറുകിട റബ്ബർ മേഖലയിൽ നടപ്പാക്കുന്ന നൈപുണ്യ വികസന പരിപാടിയുടെ ഉദ്ഘാടനം നാളെ ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രി രാജീവ് പ്രതാപ് റൂഡി നിർവഹിക്കുന്നതാണ്. റബ്ബർ ടാപ്പിംഗുകാരുടെ നൈപുണ്യ വികസനത്തിലൂടെ ഉൽപാദനവും അതുവഴി കർഷകന്റെ ആദായവും വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി കേരളത്തിലെ 250ഓളം കേന്ദ്രങ്ങളിലായി നടക്കുന്ന പരിശീലന പരിപാടികളിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് NSDC നൽകുന്ന സർട്ടിഫിക്കറ്റും 500 രൂപ സ്റ്റൈപ്പൻഡും ലഭിക്കുന്നതാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 20.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.4, 21.9. കൊച്ചി 32.5, 21.8. ആലപ്പുഴ 34.1, 22.7. പുനലൂർ 33, 19.5. തിരുവനന്തപുരം കൂടിയ താപനില 32.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.6 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.